ഞാൻ വളരെ ആവേശകരമായ ഒരു യാത്രയിലാണ്. ഒരു വനത്തിലൂടെയുള്ള യാത്ര. ഛത്തീസ്ഗഡിലെ IPCയുടെ പ്രസിഡന്റ് പാസ്റ്റർ ജിജി പോളിൻ്റെ വാഹനത്തിൽ അദ്ദേഹത്തോടൊപ്പമാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. വനത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു ഗ്രാമം സന്ദർശിക്കുവാൻ വേണ്ടിയുള്ള യാത്രയാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ ഒരു ചെറുപ്പക്കാരൻ ബൈക്കിൽ ഞങ്ങൾക്ക് വഴികാട്ടിയായി മുന്നിലുണ്ട്. ചെമ്മൺ പാതകളിലൂടെയുള്ള യാത്ര അവസാനിച്ച് ഞങ്ങൾ വനത്തിനകത്തേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു. അവിടെ വഴിയില്ല, ഒരു കാട്ടുവഴി മാത്രമേ ഉള്ളൂ. അതിലേക്കാണ് ഞങ്ങളിപ്പോൾ പ്രവേശിക്കുന്നത്. ഇനിയുള്ള യാത്ര നിബിഡമായ വനത്തിനകത്തൂടെയുള്ള യാത്രയാണ്. വഴി എന്ന് പറയുവാൻ സാധ്യമല്ല. വളരെ ചെറിയ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ തെന്നിത്തെറിച്ച് കിടക്കുകയാണ്. മഴ പെയ്ത് തെന്നിത്തെറിച്ച് കിടക്കുന്ന ഒരു വഴിയിലൂടെ കുത്തിറക്കങ്ങൾ ഇറങ്ങി ഞങ്ങൾ അപകടകരമായൊരു യാത്രയാണെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു യാത്ര നടത്തുകയാണ്. ആ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ വനപ്രദേശമെല്ലാം ഛത്തീസ്ഗഡിൻ്റെയും ഒഡീഷയുടെയും അതിർത്തിയിൽപ്പെട്ട വനപ്രദേശമാണ്. പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, നക്സൽ ബാധിത പ്രദേശങ്ങളിൽ പെട്ടതാണ് ഈ വനപ്രദേശവും എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഈ മേഖലയിൽ നക്സലുകൾ പല തവണ അതിക്രമങ്ങൾ നടത്തുകയും പോലീസുകാരെ കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണെന്നും ജിജി പാസ്റ്റർ എന്നോട് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏകദേശം 60 ഏക്കർ സ്ഥലത്ത് വിശാലമായ ഒരു ഗ്രാമം. അത് വനത്തിൻ്റെ ഉൾഭാഗത്ത്. അവർ വനത്തിൽ നിന്ന് വെട്ടിയെടുത്ത തടിക്കഷ്ണങ്ങൾ കൊണ്ട് വേലി തീർത്ത് അതിർത്തി തിരിച്ചിരിക്കുന്ന ആ ഗ്രാമത്തിനകത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. വന്യമൃഗങ്ങളുടെ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ശക്തമായ വേലി അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. കൊച്ചു കുടിലുകൾ നമുക്ക് കാണാം. വളരെ മനോഹരമായൊരു ഭൂപ്രകൃതിയാണ് എനിക്ക് ഈ വാഹനത്തിനകത്തിരുന്ന് തന്നെ കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. പുറത്ത് ആ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ കാണുന്നു. ഞങ്ങൾ വന്നതറിഞ്ഞ് ആ ഗ്രാമത്തിൽ നിന്ന് ചിലർ ഞങ്ങളെ സ്വീകരിക്കുവാനായി വരുന്നു. ഇപ്പോൾ കാണുന്നത് ചോളം കൃഷി ചെയ്തിരിക്കുന്നതാണ്. അവർ വെട്ടിത്തെളിച്ച പ്രദേശങ്ങളിൽ ചോളം കൃഷി ചെയ്തിരിക്കുന്നു. ഇതെല്ലാം വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ വന്യജീവികൾ വന്നത് നശിപ്പിക്കും. പുലിയും കടുവയും ഒക്കെയുള്ള ഒരു മേഖലയാണ് ഇത് എന്ന് അറിഞ്ഞു. അവരുടെ കന്നുകാലികളെ വളർത്തുന്ന തൊഴുത്തുകളാണ്. അതും തടികൾ കൊണ്ട് വളരെ സുരക്ഷിതമാക്കിയിരിക്കുന്നു. അങ്ങനെയാണ് അവർ കന്നുകാലികളെ വളർത്തുന്നത്. ഏതായാലും ഈ ഗ്രാമത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളെല്ലാം ജിജി പാസ്റ്റർ നമുക്ക് വിശദമായി പറഞ്ഞു തരും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി നമ്മൾക്ക് കാത്തിരിക്കാം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഗ്രാമത്തിലായിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വനത്തിനകത്തുള്ള ഒരു ആദിവാസി ഗ്രാമത്തിൽ ഞാൻ എത്തിപ്പെടുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 7 കുടുംബങ്ങൾ മാത്രമാണുള്ളത്. നമ്മൾ ഈ കാണുന്ന ചെറിയ ഷീറ്റിട്ട ആ കെട്ടിടങ്ങൾക്കകത്ത് ഓരോ വാതിലും ഒരു കുടുംബത്തിൻ്റെ ആവാസ സ്ഥലമാണ്. അവർ അവിടെ പാർക്കുന്നു, വനത്തിനകത്ത് പാർക്കുന്നു. അവരുടെ സംവിധാനങ്ങൾ എന്താണ്, എങ്ങനെയാണ് അവരവിടെ സർവൈവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഗ്രാമം ഇവിടെ ഡെവലപ്പ് ചെയ്തത്, ഈ കഥകളൊക്കെ നമുക്ക് ജിജി പാസ്റ്ററിൽ നിന്ന് തന്നെ നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അദ്ദേഹത്തെ ശ്രദ്ധിക്കാം. വനത്തിൻ്റെ ഒത്ത മധ്യഭാഗത്ത് 60 ഏക്കറോളം ഭൂമിയിലാണ് ഈ കോളനി സ്ഥാപിതമായിരിക്കുന്നത്. ഇവിടെ പാസ്റ്റർ എത്ര കുടുംബങ്ങളുണ്ട്? 7 കുടുംബങ്ങൾ. 7 കുടുംബങ്ങളാണ് ഇവിടെ പാർക്കുന്നത്. ഇവർ വന്നിരിക്കുന്നത് ജയ്പൂരിനപ്പുറത്ത് സെമിലിഗുഡ സെമിലിഗുഡ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് അവർ വന്നിരിക്കുന്നത്. ജയ്പൂർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് രാജസ്ഥാനിലെ ജയ്പൂരിനെ കുറിച്ച് ഓർമ്മ വരും. പക്ഷെ അത് രാജസ്ഥാനിലെ ജയ്പൂർ അല്ല, ഒഡീഷയിലെ ജയ്പൂർ എന്ന് പറയുന്ന സ്ഥലം. അത് ഏകദേശം ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് വസിച്ചിരുന്ന 7 കുടുംബങ്ങൾ തങ്ങളുടെ പൂർവികർ പാർത്തിരുന്ന ഒരു ദേശം കണ്ടെത്തുകയാണ്. അത് ഈ ഛത്തീസ്ഗഡിലെ
ഒഡീഷ ഛത്തീസ്ഗഡ് അതിർത്തിയിലുള്ള ഈ പ്രദേശത്തെ വനത്തിനകത്ത് അങ്ങനെ ഒരു ഭൂമി ഉണ്ട് എന്ന് അവരുടെ കയ്യിൽ എന്തോ ഒരു പ്രമാണമോ രേഖയോ അവരുടെ കയ്യിൽ ഉണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ ആ കണ്ടെത്തി അവർ ദീർഘനാളുകൾ അന്വേഷിച്ചു പിടിച്ച് പിൻതലമുറ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ പാർത്തിരുന്ന ഒരു ദേശം ഇവിടെ വനത്തിനകത്ത് ഉണ്ടെന്ന് കണ്ടെത്തുകയും അത് വന്ന് ഇവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ അവരെ സഹായിച്ചത് ഈ വനത്തിനകത്ത് വളർന്നു നിൽക്കുന്ന പുളിമരമുണ്ട്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഒരു പുളിമരമാണ്. ഇതുപോലത്തെ ധാരാളം പുളിമരങ്ങൾ, മാവ് ഒക്കെ ഈ ദേശത്തെ ഒരു പ്രധാന ഈ പ്രദേശങ്ങളിലെല്ലാം വളരുന്ന പുളിമരങ്ങളാണ് ഈ കാണുന്നത്. മാത്രമല്ല ഇവിടെ വളർന്നു നിൽക്കുന്ന വലിയ മാവുകളുണ്ട്, പ്ലാവ് ഞാൻ കാണുന്നുണ്ട്. അതുപോലെ അങ്ങനെയൊക്കെയുള്ള ഫലവർഗ്ഗങ്ങൾ ഉൾപ്പെട്ട ധാരാളം കൃഷി ഈ പ്രദേശങ്ങളിൽ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ വളരെ ഈസി ആയിട്ട് സാധിച്ചു. ഇത് തങ്ങളുടെ പൂർവികർ പാർത്തിരുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ ഇവിടെ വന്ന് ഒരു കോളനിയായിട്ട് താമസിക്കുന്നു. വനത്തിനകത്ത് ഈ 7 കുടുംബങ്ങൾ താമസിക്കുന്നു. ഈ 7 കുടുംബങ്ങൾ ഇവിടെ വന്ന് താമസിച്ചപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അതിനോടുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? ഫോറസ്റ്റ് ആദ്യം ഇത് സമ്മതിച്ചില്ല. അതിനുശേഷം ഇവർ കേസ് കൊടുത്തു, ഞങ്ങളുടെ പൂർവികരുടെ സ്ഥലമാണെന്നും പറഞ്ഞ്. അങ്ങനെ വർഷങ്ങൾ അവർ ഇതിനകത്ത് കേസ് കളിച്ചു. കേസ് കളിച്ചതിന് ശേഷം ഇവർക്ക് അനുകൂലമായിട്ട് വിധിയുണ്ടായി. കോടതി വാദം അംഗീകരിച്ചു. ഗവൺമെന്റുമായിട്ട് നടന്ന കേസിൽ കോടതി ഇവർക്ക് അനുകൂലമായിട്ട് വിധിച്ചു. അങ്ങനെ അവരെ ലീഗലായിട്ട് ഇപ്പൊ ഇവരിവിടെ ലീഗലായിട്ട് താമസിക്കുന്നു. കൂടാതെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഗവൺമെന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുത്തു. ഒരു ബോർ ഇവിടെ കുഴിച്ചു, ബോർവെല്ല് കുഴിച്ചു, അത് വെള്ളം കിട്ടി. അപ്പൊ ഇതിന്റെ എല്ലാ ആരംഭത്തിൽ, അതായത് ഇവര് കുടിൽ കെട്ടാൻ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഞാൻ ഇവിടെ വരികയും അതുപോലെ തന്നെ ഈ സ്ഥലത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് പാസ്റ്റർ ബെഞ്ചമിൻ ബാഗ്. ഞങ്ങളുടെ വണ്ടിയുടെ മുൻപിൽ യാത്ര ചെയ്തിരുന്നത് ഇദ്ദേഹമാണ്, പാസ്റ്റർ ബെഞ്ചമിൻ. ഈ ദൈവദാസനാണ് ഈ കുടുംബങ്ങളെ ഇവിടെ വന്ന് കണ്ട് പരിചയപ്പെടുന്നതും അതിനുശേഷം ഇവരുടെ മധ്യത്തിൽ വന്ന് സുവിശേഷ പ്രവർത്തനം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരെന്തോ? അദ്ദേഹത്തിന്റെ പേര് പാസ്റ്റർ ബെന്യാമിൻ. ഓക്കെ. ഈ ബെന്യാമിൻ എന്ന് പറയുന്ന ദൈവദാസനാണ് സത്യത്തിൽ ഈ പ്രദേശം ഈ കാര്യങ്ങൾ കണ്ടെത്തി, ഇവിടുത്തെ ആളുകളെ കണ്ടെത്തി ഇവിടെ ഇങ്ങനെ ഒരു ഗ്രാമമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ചില കുടുംബങ്ങൾ ഇവിടെ വന്ന് പാർക്കാൻ തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കുകയും അവരുടെ അടുത്തേക്ക് വരികയും ചെയ്തത് ഈ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഈ സുവിശേഷകനാണ്. ഈ ബെഞ്ചമിൻ IPC ഛത്തീസ്ഗഡ് റീജിയനിലെ ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന പാസ്റ്റർ ജിജി പോളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ആവശ്യം വന്ന് ഇങ്ങനെ ഒരു കാര്യം, ഇവിടെ 7 കുടുംബങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, അവർക്കൊരു ആത്മീയ പിന്തുണ നൽകണം, അല്ലെങ്കിൽ മറ്റു നിലയിലുള്ള പിന്തുണ നൽകണമെന്ന് പാസ്റ്റർ ജിജി പോളിനോട് പറയുകയും അദ്ദേഹം നേരിട്ട് ഇവിടെ ഈ വനത്തിനകത്തേക്ക് വന്ന് ഇവരെ കാണുകയും അങ്ങനെ കണ്ട് അവര് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് തിരിച്ചറിയുകയും അതിനെ തുടർന്ന് ഈ പ്രവർത്തനങ്ങളെ ഇവിടെയുള്ള ഇവരുടെ അധിവാസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ സഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പിന്തുണയെല്ലാം കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പോൾ ഇവരിവിടെ ഒരു ആരാധനാലയം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. അതൊന്ന് കാണും. യഥാർത്ഥത്തിൽ അവിടെ ആ വീടുകൾ കാണുന്നതെല്ലാം, അവിടെ കാണുന്ന വീടുകളെല്ലാം പലകയടിച്ച്, അതായത് കമ്പുകൾ നാട്ടി മണ്ണടിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന വീടുകളാണ്. അതായത് അവിടുത്തെ ഭിത്തികൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ആരാധനാലയം ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയിരുന്നു. ഏകദേശം ഒരു 10-40,000 രൂപ അതിന് മുടക്കി ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ 2-3 പ്രാവശ്യത്തെ മഴയിൽ അതിൻ്റെ പണി അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് അത് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഇവിടുത്തെ വിശ്വാസികൾ ഇത്രത്തോളം ഇഷ്ടികയൊക്കെ ഉണ്ടാക്കി അവർ നല്ലൊരു ആരാധനാലയം പണിയണം എന്ന് വിചാരിച്ച് അവരെ കൊണ്ട് പറ്റുന്ന നിലയിൽ അവർക്ക് ചെയ്യാവുന്നിടത്തോളം അവർ ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിലേക്കുള്ള പണിക്ക് വേണ്ടി അവർ എന്നെ പ്രതീക്ഷിച്ചിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇതിന്റെ ബാക്കി പരിപാടികൾ ഞാൻ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ചിന്തയിൽ. അതുപോലെ തന്നെ നല്ലൊരു ഇപ്പോഴുള്ള ദൈവമക്കൾക്ക് ഇരിക്കത്തക്കവണ്ണവും ഇനിയൊരു 4-5 കുടുംബങ്ങൾ കൂടി വന്നാൽ ഇരിക്കത്തക്കവണ്ണമുള്ള എല്ലാ ഒരു ആരാധനാ സൗകര്യമാണ് ഇപ്പോൾ അവരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓർക്കണം, നമ്മള് ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ പട്ടണത്തിന്റെ ഭാഗമായിട്ടോ ഒന്നും ഉണ്ടാക്കുന്ന ഒരു ഹോളോ കാര്യമോ അല്ല. വളരെ റിമോട്ടായിട്ടുള്ള വനത്തിനകത്തുള്ള ഒരു ചെറിയ ഗ്രാമം, 7 കുടുംബങ്ങൾ മാത്രം പാർക്കുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിന് അകത്ത് ഒരു ചെറിയ ആരാധനാലയം ഉണ്ടാക്കുവാൻ വേണ്ടി അവർ തന്നെ പണിത് ഒരു പകുതി വഴി എത്തിയിരിക്കുന്ന ഒരു ആരാധനാലയമാണ്
ഇതിൻ്റെ പണി പൂർത്തീകരിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഉടനെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് പാസ്റ്റർ ജിജി പോളിനുള്ളത്. അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അവർക്ക് മനോഹരമായ ഒരു ആലയം പൂർണ്ണ തോതിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈ ഗ്രാമത്തിൽ നിന്നും മടങ്ങുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ അവിടെയുള്ള സഹോദരി സഹോദരന്മാരോടൊന്നിച്ച് അവിടെ വന്ന മറ്റ് സുവിശേഷകരോടൊന്നിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഇവർ ജയ്പൂരിൽ നിന്ന് ഇവിടേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഇവർ ക്രൈസ്തവരാണ്. പാരമ്പര്യമായിട്ട് ഇവർ ക്രൈസ്തവരാണ്. ഈ 7 കുടുംബങ്ങളും അവരെല്ലാവരും വിശ്വാസികളാണ്. ഇവിടെ ആ ആരാധന നടന്നു വരുന്നു. ഇവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അവർക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു ആരാധനാലയം ഉണ്ടാകേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. Thank you.